അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവത്തോടടുക്കുവാനും തീരുമാനിക്കുമ്പോൾ നമുക്കും ജീവിതത്തിൽ പരീക്ഷകൾ നേരിടുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അത്തരം സന്ദർഭങ്ങളിൽ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു എന്ന സത്യം നാം തിരിച്ചറിയണം. പ്രിയരെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന വചനം നാം ഒരിക്കലും മറന്നു പോകരുത്. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, പരീക്ഷകളെ തിരിച്ചറിയുവാൻ, പരീക്ഷ സഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ.